ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദം അവസാനിക്കുന്നില്ല. രാജ്ഭവനിലെ ചടങ്ങിൽ വീണ്ടും RSS ഭാരതാംബയുടെ ചിത്രം വെച്ചതോടെ ബഹിഷ്കരിച്ചിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി. ശിവൻകുട്ടിയുടെ നടപടിക്കെതിരെ ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരികയാണ്. അത് രൂക്ഷമായ വിമർശനമാണ്. ബഹിഷ്കരണം കടുത്ത പ്രോട്ടോകോൾ ലംഘനം എന്നതാണ് ഗവർണറുടെയും രാജ്ഭവന്റെയും നിലപാട്. ഗവർണർ ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിന്റെ തലവനാണ്, അധിക്ഷേപിച്ചു എന്ന വാചകമാണ് ഉപയോഗിക്കുന്നത്. അവഹേളനമാണ് രാജ്ഭവനോട് ഗവർണറിനുമുള്ള മന്ത്രിയുടെ പരസ്യമായ അവഹേളനം എന്ന പ്രതികരണമാണ് വരുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, രാജ്ഭവൻ ഗവർണറെ മന്ത്രി അപമാനിച്ചു എന്ന കടുത്ത പ്രസ്താവനയിലേക്ക് എത്തുകയാണ്. വീണ്ടും ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം തുറക്കുകയാണ്. രാജ്ഭവന്റെ പ്രതികരണത്തിൽ എന്തെല്ലാമാണ് ഇതിനൊപ്പം ഈ അവഹേളനം എന്തടക്കം എന്തൊക്കെ വാക്കുകൾ ചേർക്കുന്നു? മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചതിനെ രൂക്ഷമായ ഭാഷയിലാണ് രാജ്ഭവൻ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് രാജ്ഭവൻ ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുക മാത്രമല്ല, ഈ വിദ്യാർത്ഥികളുടെ മുമ്പ് വെച്ച് മന്ത്രിയുടെ ഇത്തരമൊരു തെറ്റായ പെരുമാറ്റം മന്ത്രി ഒരു റോങ് ആയിട്ടുള്ള ഒരു തെറ്റായ മാതൃകയാണ് എന്ന് കാണിക്കുകയാണ്. മാത്രമല്ല ഗവർണർ ഈ ഭരണഘടന ബഹിഷ്കരണം കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ്. ഗവർണർക്കെതിരായ അധിക്ഷേപമാണിത്. ഗവർണർ ഭരണഘടന പ്രകാരം സംസ്ഥാനത്തിന്റെ തലവനാണ്. അങ്ങനെ ഉള്ള ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രി പരസ്യമായി ഇത്തരം പെരുമാറ്റം നടത്തിയതിലൂടെ ഒരു ഗവർണറെയും രാജ്ഭവനെയുമാണ് ആ ഓഫീസിനെയുമാണ് അവഹേളിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഈ മന്ത്രി വി ശിവൻകുട്ടി ഗവർണർക്കൊപ്പം ഡയസിലിരുന്ന ആളാണ്. അപ്പോൾ ആ ഡയസിൽ നിന്ന് ഒരാൾ പോകും മുമ്പ് ഗവർണറുടെ അനുമതി വേണം, ഗവർണറുടെ പെർമിഷൻ വേണം. അതില്ലാതെ മന്ത്രി ഇറങ്ങിപ്പോയി, ഗവർണറെ അറിയിക്കാതെ ഇറങ്ങിപ്പോയത് വലിയ പ്രോട്ടോകോൾ ലംഘനമായി രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് കൂടാതെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ഇതിനു പുറമെ ഈ വിഷയത്തിൽ ആദ്യം മന്ത്രി ഇറങ്ങിപ്പോയതിനു ശേഷം മറുപടി പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മന്ത്രി വി ശിവൻകുട്ടിയുടെ പേര് ഒന്നും തന്നെ പരാമർശിച്ചിരുന്നില്ല. പക്ഷേ ഭാരതാംബയുടെ പിന്നീട് പുറത്തിറക്കിയ ഈ വിശദീകരണ കുറിപ്പിൽ ഭാരതാംബയുടെ ചിത്രം സംസ്ഥാനത്തിന്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്, ഷെയിംഫുൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഗവർണർ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവൻ അതിശക്തമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഗവർണറുടെ പ്രതിഷേധം തന്നെയാണ് ഈ കുറിപ്പിലൂടെ. മന്ത്രിക്കെതിരെയാണ് രൂക്ഷമായ വിമർശനം. പ്രശാന്ത് തുടരുക. ഈ രാജ്ഭവനിലെ ചടങ്ങിൽ വീണ്ടും RSS ഭാരതാംബയുടെ ചിത്രം വച്ചതോടെ ബഹിഷ്കരണമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പുരസ്കാരദാന ചടങ്ങിൽ എത്തിയ ശേഷമാണ് മന്ത്രി ഈ പരിപാടി ബഹിഷ്കരിച്ചു പോയത്. ഗവർണർ വേദിയിലിരിക്കെ പരസ്യമായി പ്രതിഷേധം അറിയിച്ചു എന്നും മന്ത്രി നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു. പരിപാടിയുടെ ചിത്രങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. നേരത്തെ മന്ത്രി നൽകിയ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ചെല്ലുമ്പോൾ തന്നെ അവിടെ RSSന്റെ പരിപാടികൾ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ ചിത്രത്തിന്റെ മുന്നിലാണ് ചിത്രത്തിന്റെ മുന്നിലാണ് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നിൽക്കുന്ന ചടങ്ങാണ്. ഞാൻ അങ്ങോട്ട് ഒന്ന് പോയിരുന്നു. അപ്പോൾ ഈ വേദിയിൽ കയറിയില്ലേ മന്ത്രി? വേദിയിൽ കയറി ഞാൻ വേദിയിൽ കയറിയതും നിലവിളക്ക് കൊളുത്തി പൂർത്തീകരിച്ചു. ഞാൻ വേദിയിൽ കയറിയിരുന്നു. അദ്ദേഹം എനിക്ക് എന്നെ ക്ഷേക്കേണ്ട ഇതിന് മുമ്പാണ് പുഷ്പാർച്ചനയും ഈ വിളക്കുകൊളുത്തലൊക്കെ നടന്നത്. അപ്പോൾ ഈ ഭാരതാംബ ചിത്രത്തെ കുറിച്ച് അവിടെ വേദിയിൽ പ്രതികരിച്ചായിരുന്നു. എങ്ങനെ പ്രതികരിച്ചു? സാധാരണ ഏത് ചിത്രമാണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു ചില രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ ചിത്രമാണ് ഇരിക്കുന്നത്. ഇത് രാജ്ഭവനാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. രാജ്ഭവനും കേരള ഗവൺമെൻറ്റും തമ്മിൽ ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ്. അവിടെ ഈ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്ക് കൊളുത്താൻ വേണ്ടി പാടില്ല. ഞാനതിൽ പ്രതിഷേധിക്കുകയാണ്. എനിക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഗവർണറോടുള്ള വ്യക്തിപരമായ പ്രതിഷേധമല്ല, ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിഷേധമാണെന്ന് കാണേണ്ടതാണ്. അത് മൈക്കിലാണോ? മൈക്കിൽ തന്നെ സംസാരിച്ച് ഗവർണറൊപ്പം എന്തായിരുന്നു പ്രതികരണം? മൈക്കിൽ തന്നെ. ഞാൻ ഗവർണറെ നോക്കിയില്ലല്ലോ. മൈക്കിൽ നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവർണർ ഒന്നും പ്രതികരിച്ചില്ല? വേറെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഗവർണർ എങ്ങനെ പ്രതികരിച്ചായിരുന്നു? ഗവർണർ ആട്ടുകല്ലിൽ കാറ്റ് പിടിച്ചോ അല്ലെങ്കിൽ ഇരിക്കുകയായിരുന്നു. നമ്മൾ ആ ഇതിൽ കാണുന്ന ലൈറ്റിംഗ് ലാമ്പെന്നില്ലേ കാണുള്ളൂ. അതല്ല, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലാണ് വിളക്ക് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയിരുന്നു. രാജ്ഭവൻ RSSന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത്. ഈ രാജ്ഭവൻ അപ്പോൾ ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് തന്നെയാണോ പോകുന്നത്?
എങ്ങനെ മനസ്സിലാവുന്നത്? ഏറ്റുമുട്ടലിന്റെ ആണല്ലോ ഇതിപ്പം കാണിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടലിന്റെ പാതയിലാണെങ്കിലും കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റാണ് കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള ഗവർണർ ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ ഇവിടെ കാണിച്ചത്. കേരള ഗവൺമെന്റ് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഗവർണറുടെ ഉത്തരവാദിത്തം RSSന്റെ ചിഹ്നം കൊണ്ട് വെച്ച് രാജ്ഭവനിൽ വെച്ച് പൂജിക്കുക എന്നുള്ളതല്ലോ. അത് അദ്ദേഹം RSSന്റെ ഓഫീസിൽ കൊണ്ട് വെച്ച് പൂജിക്കും. ഇറങ്ങി വരുന്ന അവസരത്തിൽ ഗവർണറെ തടയുകയോ അല്ലെങ്കിൽ വേറൊന്നും പറയുകയൊന്നും ചെയ്തില്ല. ഇല്ല, അവിടെ തടയാനോ അടിവിടാനും നല്ലല്ലോ പോയത്. ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഭാരതത്തെ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചുള്ളത്. അത് തന്നെ യഥാർത്ഥ അതിരുകളല്ല, അതിൽ ഉള്ള അതിരുകൾ തന്നെ. എന്നിട്ട് അതിൻ്റെ മുന്നിൽ നിലവിള കൊടുത്തതാണ്. അപ്പോൾ എത്ര അഹങ്കാരവും ധിക്കാരവുമാണ് ഗവർണർ കാണിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളോട് നടത്തിയ വെല്ലുവിളിയാണ്. വേദിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ